ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി വെച്ചുള്ളൊരു ഐറ്റമാണ്. തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പച്ചരിയാണ് ഇതിൻ്റെ മെയിൻ താരം. അതിനുവേണ്ടി ഞാനിവിടെ പച്ചരി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാഷ് ചെയ്ത പച്ചരി നമ്മൾ കുതിർത്ത് വെക്കേണ്ട, പിന്നെ വെള്ളം മാറ്റി വെക്കേണ്ട. പണ്ടൊക്കെ വീടുകളിലൊക്കെ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ടൈമിൽ കഴുകി അത് കുറച്ച് സമയം കുതിർത്തി വെച്ച് അങ്ങനെ ഒരു ടവലിലൊക്കെ അങ്ങ് നിരത്തി വെച്ചു. ആ വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ പുട്ടുപൊടി മില്ലിലായാലും അഥവാ വീട്ടിലായാലും പൊടിച്ചെടുക്കുന്ന രീതി അങ്ങനെയാണ്. ഇത് തികച്ചും വ്യത്യസ്തമായൊരു രീതിയാണ്. ഈ കഴുകിയ പച്ചരി നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ, അതായത് വെള്ളമൊന്നും വാരാനൊന്നും വെക്കേണ്ട, ജസ്റ്റ് വെള്ളം പോക്കി ആ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പുട്ടും കുറ്റിയിലോട്ട് നിറച്ചെടുക്കുക. അതിനുശേഷം ആവി നന്നായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ കഴുകി വെച്ച പച്ചരി എല്ലാം കൂടെ കുറ്റിയിൽ നിറച്ചെടുക്കുന്നുണ്ട്. ഞാനത് കുറ്റിയിൽ ഇത്രത്തോളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ ആവി വരുന്ന രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കണം. ഗൈസ്, ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ആവി വന്നേക്കണം, ഇത്രയും ആവി വന്നിരിക്കണം. നല്ല രീതിക്ക് നമ്മുടെ പുട്ടുന്നൊക്കെ വരുന്ന പോലെ എന്നിട്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ആവി കയറ്റിയ പച്ചരി നമുക്കൊരു റൗണ്ടായിട്ടുള്ളൊരു പാത്രത്തിൽ വിതറി കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിരുന്നത്. അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് അത് തണിഞ്ഞു കിട്ടും. അങ്ങനെ ഇത് പുട്ട് കുത്തുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ടിലുള്ള അരിയൊക്കെ കോരി പ്ലേറ്റിലോട്ടിടാം. ശേഷം നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ആരും കൈയൊന്നും പൊള്ളിക്കാൻ നിൽക്കരുത്, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല ആവി പറക്കുന്ന ഒരു ടൈമാണല്ലോ ഇത്. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഞാനതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഫാനിൻ്റെ അടിയിൽ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അത്രയും വേണ്ടു, പെട്ടെന്ന് ഞാനത് തണിഞ്ഞു കിട്ടും. അരിയൊക്കെ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് പൊടിച്ചെടുക്കാം. കുറച്ചായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അങ്ങ് ഫുള്ള് നിറച്ച് തിക്കാക്കിയിട്ടിട്ട് പൊടിക്കാൻ നിൽക്കരുത്, കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ രീതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അഥവാ പുട്ടുപൊടി ഇല്ലാത്ത ടൈമിൽ അയ്യോ പുട്ടുപൊടി ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്തുണ്ടാക്കുന്നൊന്നും വിഷമിക്കേണ്ട. പച്ചരി ഉണ്ടെങ്കിൽ ആ സ്പോട്ട് തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ചൂട് തണിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതും വളരെ 2 മിനിറ്റേ വേണ്ടുള്ളൂ. ഒരു റൗണ്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് തണുത്ത് കിട്ടും. പിന്നെ ജാറിലിട്ടിട്ട് ഒരു 3-4 വട്ടം ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ പൊടിച്ച് കിട്ടും. എനിക്ക് പിന്നെ അത്ര നൈസായിട്ടുള്ളത് ഇഷ്ടമല്ല, എനിക്ക് അല്പം തരി വേണം. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനൊരു പറഞ്ഞല്ലോ 1 കപ്പ് അരി മാത്രമേ എടുത്തുള്ളൂ. അതിന് ഞാനിത് നന്നായിട്ട് ഇനിയിപ്പോൾ 3-4 വട്ടം ഒന്ന് കറക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റ് നല്ല നൈസായിട്ടല്ല, അല്പം തരി വെച്ച്. ഇപ്പം നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കുന്നതിന് അല്പം തരിയോട് കൂടിയിട്ടല്ലേ ഉണ്ടാകുന്നത്. അത് കഴിക്കാൻ തന്നെ നല്ല സോഫ്റ്റാണ്. അതിലും സോഫ്റ്റാണ് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന പുട്ടിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ട്രൈ ചെയ്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. എല്ലാ അരിയും നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. ഞാൻ പിന്നെ ഇടയ്ക്കിടെ ഓപ്പണാക്കി നോക്കുന്നുണ്ട്, അഥവാ നൈസായി പൊടിഞ്ഞു പോകുമെന്നുള്ളൊരു ഡൗട്ടിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കി നോക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് നൈസായിട്ട് വേണമെങ്കിൽ അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അല്ലാത്തവരാണെങ്കിൽ എന്നെപ്പോലെ ഇടയ്ക്കിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാ അരിയും ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഒന്നും കൂടെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ബാക്കി എല്ലാ അരിയും ഒന്ന് പൊടിച്ചെടുത്ത് കാണിക്കാം. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ അരിപ്പൊടി കിട്ടുന്നുണ്ട് കേട്ടോ.
പൊടിക്കൽ പ്രോസസ്സ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിനി അല്പം ഉപ്പുവെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് നനവോട് കൂടി കുഴച്ചെടുത്തിട്ട് ഇനി പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ട് നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുംകുറ്റിയിലോട്ട് നിറച്ചെടുക്കാം. അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പുട്ടുംകുറ്റിയിലോട്ട് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ആവി വരാൻ വേണ്ടി വെച്ചെടുക്കാം. ഇതാ നന്നായി ആവി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന ടൈമിലേ നിങ്ങൾക്ക് അവിടെ ആവി വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിൽ വൈറ്റ് ടൈലായതുകൊണ്ട് ആവി വരുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കാം. എങ്ങനെയുണ്ടാവും? ഈ സോഫ്റ്റ് ആണോ ഹാർഡാണോ അറിയാൻ പറ്റും കേട്ടോ. അതാ ഫസ്റ്റ് പീസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. വാവ്, നല്ല പുക പറഞ്ഞ സോഫ്റ്റ് പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും കൂട്ടി കഴിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ കടലക്കറി ഉണ്ട് ഫ്രിഡ്ജിൽ. നമുക്ക് നോക്കാം എന്താണ് ഈ പുട്ടിൻ്റെ അവസ്ഥ എന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഗൈസ്, ഒരു രക്ഷയില്ല. സൂപ്പർ പുട്ടാണ്. പഴവും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഈ തേങ്ങയും കൂട്ടി തന്നെ കഴിക്കാം. ഉഗ്രൻ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഞാനിതൊരു 15 മിനിറ്റ് എടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂട് ആറിക്കിട്ടുകയും ചെയ്യും അരി വേവിക്കുന്ന ടൈമിൽ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ.